ഇന്ന് കുടുംബത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവം സ്ഥാപിച്ച 2 സംവിധാനങ്ങൾ, ഒന്ന് തിരുസഭയാണ്, ഒന്ന് കുടുംബമാണ് എന്ന് ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ദൈവം കുടുംബത്തെ സ്ഥാപിക്കുന്ന മനോഹരമായ ഒരവതരണം ഉൽപ്പത്തി 2:18 നമ്മൾ കാണുന്നുണ്ട്. 3 വചനങ്ങൾ അവിടെ നമുക്ക് കാണാം. ഉൽപ്പത്തി 2:7 ദൈവമായ കർത്താവ് ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞിട്ട് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ളവനായി തീർന്നു. ആദ്യ പുരുഷൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഉൽപ്പത്തി 2:18 പുരുഷൻ ഏകനായിരിക്കുന്നത് ശരിയല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്ന് ദൈവം പറഞ്ഞു. എന്നിട്ട് ഉൽപ്പത്തി 2:21-22 ദൈവം പുരുഷൻ്റെ വാരിയെല്ലുകൊണ്ട് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വാരിയെല്ലെന്ന് പറഞ്ഞാൽ എവിടെ എന്താ അർത്ഥമാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതിനെക്കുറിച്ച് ഏറ്റവും അവസാനമായിട്ട് ഞാൻ കേട്ട ഒരു വ്യാഖ്യാനം, അതിൻ്റെ ഹീബ്രു വാക്കിൻ്റെ അർത്ഥം വാരിയൽ എന്നല്ല, പുരുഷൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ച് എന്നാണ് എന്നും പറഞ്ഞൊരു വ്യാഖ്യാനം ഉള്ളൊരു പ്രസംഗം ഞാൻ കേട്ടു. എന്തുമാകട്ടെ, പുരുഷൻ്റെ സഹായത്തോടെ സ്ത്രീയുടെ ശരീരം മെനഞ്ഞു, അല്ല പുരുഷ ശരീരത്തിൻ്റെ സഹായത്തോടെ ഉണ്ടാക്കി സ്ത്രീയുടെ ശരീരമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ പുരുഷനെ സ്ത്രീയെയും സൃഷ്ടിച്ച ദൈവം പുരുഷന് ഇണയായിട്ട് ഭാര്യയായിട്ട് ഈ ഹവ്വയെ നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ദൈവം സ്ഥാപിക്കുന്ന ഈ കുടുംബം എന്ന് പറയുന്ന സംവിധാനം എന്തിനു വേണ്ടിയാണ്? അത് ഈശോ തന്നെ അങ്ങനെ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വചനം കൂടെ വായിച്ചിട്ട് ഞാനൊന്ന് പറയാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 4-5 വചനങ്ങൾ. സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 2:18 പറഞ്ഞിരിക്കുന്ന 2:21-22 പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ കൺഫർമേഷൻ, ഉറപ്പ് ഈശോ പുതിയ നിയമത്തിൽ നൽകുന്ന വചനഭാഗമാണിത്. എന്നോട് ഒരാൾ ചോദിച്ചു, പുരുഷൻ പുരുഷനെ, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്നുള്ളൊരു ബൈബിൾ വചനം എവിടെയാണുള്ളത്? ഞാൻ പറഞ്ഞു, ഇതാണ് അതിൻ്റെ വചനം. ഉൽപ്പത്തി 2:18 പുരുഷനെ സൃഷ്ടിച്ചതിന് ശേഷം ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് പറയുന്ന ആ ഭാഗം ഉൽപ്പത്തി 2:7 പുരുഷനെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഉൽപ്പത്തി 2:18 ചേർന്ന ഇണയെ നൽകുമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെയാണ് ദൈവം സൃഷ്ടിച്ചത് ഉൽപ്പത്തി 2:21-22. ഇനി പുരുഷനെ കല്യാണം കഴിക്കാനായിരുന്നെങ്കിൽ തമ്പുരാൻ ഒരു പുരുഷനെയും കൂടി ഒരു സ്ത്രീയും കൂടി സൃഷ്ടിച്ചിട്ട് ആദ്യ പുരുഷനോട് പറയുമ്പോൾ, നിനക്ക് ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുത്തോ, പുരുഷനെയാണ് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാളെ ജീവിത പങ്കാളിയാക്കിക്കോ, സ്ത്രീയാണെങ്കിൽ അങ്ങനെ അയാളെ സ്വീകരിച്ചോ എന്ന് പറയുമായിരുന്നല്ലോ. മാത്രമല്ല ഈശോ തന്നെ ഇതിനെ ഉറപ്പിച്ചുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 5-6 വചനങ്ങൾ പറഞ്ഞു, ആദിയിൽ ദൈവം മനുഷ്യരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും. അവിടെ പറഞ്ഞിട്ടില്ല പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഒന്നുകിൽ സ്ത്രീയോടല്ലേ പുരുഷനോട് ചേരും എന്ന് പറഞ്ഞിട്ടില്ല. റോമാലേഖനം 1-ാം അധ്യായത്തിൽ സ്വർഗ ബന്ധങ്ങളുടെ അവിഹിത ബന്ധങ്ങളുടെ ദുരന്ത ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ മരണശിക്ഷാർഹമായ പാപം എന്ന പൗലോസ്ലീഹ പറയുന്നത്. അതുപോലെ സോദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് സ്വർഗ പാപത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ ദൈവം സംവിധാനം ചെയ്ത ഈ കുടുംബത്തെ തകർത്താൽ, സഭയെ തകർത്താൽ, തൻ്റെ സാമ്രാജ്യം, പൈശാചിക സാമ്രാജ്യം വലുതാക്കാനും അതിനെ നിലനിർത്താനും പറ്റുമെന്നറിയാവുന്ന സാത്താൻ ഈ അടിസ്ഥാന ദൈവിക സംവിധാനങ്ങളെ, കുടുംബത്തെയും സഭയെയും തകർക്കാനാണ് എല്ലാ അധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണ് കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് 2-ാം വത്തിക്കാൻ കൗൺസിൽ പറയുകയാണ്. ദമ്പതികളുടെ സ്നേഹസമ്പൂർണമായ സമർപ്പണ ജീവിതവും അവരുടെ സമർപ്പണ ജീവിത ഫലമായി അവർക്കുണ്ടാകുന്ന മക്കളുടെ നല്ല വളർത്തലുമാണ് കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം. അവർ തമ്മിലുള്ള സ്നേഹ പങ്കുവെപ്പ്, ആ സ്നേഹ പങ്കുവെപ്പ് അതിൽ
ആത്മീയ ഐക്യമാണ് ആദ്യം വേണ്ടത്. അതിനോട് ചേർന്ന് വരേണ്ടതാണ് മാനസിക ഐക്യം. അതിൻ്റെ ഫലമായിട്ട് വരേണ്ടതാണ് ശാരീരിക ഐക്യം. ഈ 3 ഐക്യങ്ങളും, ഈ ശാരീരിക ഐക്യത്തിലാണ് ലൈംഗികതയുടെ ഉപയോഗം വരുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു ആത്മീയ ഐക്യം വിവാഹ കൂദാശ വഴി അവർക്ക് കിട്ടുന്നുണ്ട്. ഒരു വരം കിട്ടുന്നുണ്ട്, കുടുംബജീവിത വരം. അവിടെ ഒരു ആത്മീയ ഐക്യം അവർ തമ്മിലുണ്ടാകണം. അതിൻ്റെ ഫലമായുള്ള ഒരു മാനസിക ഐക്യം ഉണ്ടാകണം. ആ വിവാഹത്തിൻ്റെ കൂദാശ സ്വീകരിക്കുന്ന ആത്മീയ ഐക്യത്തിന് മുമ്പ് ചിലർ മാനസികമായി ഐക്യപ്പെട്ടെന്ന് വരാം. അത് തെറ്റാണെന്ന് ചോദിച്ചാൽ, അവർ തമ്മിലുള്ള മാനസിക പൊരുത്തവും ഐക്യവും അവരുടെ പരിചയപ്പെടലും വിവാഹം കഴിക്കണം എന്നുള്ള ആലോചനയും പാപമല്ലെങ്കിലും വിവാഹത്തിന് ശേഷം മാത്രം ഉണ്ടാകേണ്ട ഒരവസ്ഥയുണ്ട്. ഭാര്യയും ഭർത്താവുമായി ചേർന്നതിന് ശേഷം മാത്രം ഉണ്ടാകേണ്ട ഒരവസ്ഥയുണ്ട്. അത് വിവാഹ കൂദാശ സ്വീകരിക്കുന്നതിന് മുമ്പേ ആരംഭിക്കാൻ പാടില്ല. പിന്നെ പിരിയാൻ പറ്റാതെ വരും. മാനസികമായി പിരിയാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രേമബന്ധങ്ങൾ പെട്ടുപോയാൽ അവർ ഈ ഡോപ്പമൈൻ ഹോർമോണിൻ്റെ സ്വാധീനത്തിൽ അവർക്ക് പിന്നെ നോർമലായി ചിന്തിക്കാനോ കുടുംബപരമായ ചിന്ത വരാനോ അല്ലെങ്കിൽ ദൈവിക ചിന്ത ഉണർത്താനോ പറ്റുന്ന തലച്ചോറിൻ്റെ കോശങ്ങൾക്ക് മരവിച്ച് കിടക്കുന്നതുകൊണ്ട് ഈ ഡോപ്പമൈൻ ഹോർമോണിൻ്റെ സ്വാധീനത്തിൽ അവർ അന്ധരായി ഒരു മഹാ അബദ്ധത്തിൽ പോയി ചാടിയെന്ന് വരാം. അതുകൊണ്ട് വിവാഹ കൂദാശ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള പരിചയപ്പെടലും വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ള ആലോചനകളും പാപകരമല്ലെങ്കിലും അതിർവരമ്പുകൾ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവിക സംവിധാനമായി തിരുസഭ അത് നിശ്ചയിച്ചിട്ടുണ്ട്. അത് കുടുംബത്തിൻ്റെ സംവിധാനത്തോട് ചേർന്ന് പോകുന്നതാണ്. സഭ അംഗീകരിക്കാത്ത, കുടുംബത്തോട് ചേർന്ന് പോകാത്ത അങ്ങനെയുള്ള അടുപ്പങ്ങളും പ്രേമങ്ങളും അതിലൂടെയുള്ള വിവാഹങ്ങൾ വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സംവിധാനങ്ങളാണ് തകരുന്നത്, കുടുംബമാണ് തകരുന്നത്. അവർ ദൈവത്തോട് ഐക്യപ്പെട്ട് ദൈവരാജ്യ നിർമ്മാണത്തിൽ അംഗങ്ങളാകുന്നില്ല. ദമ്പതികളുടെ സ്നേഹ സമ്പൂർണമായ സമർപ്പണ ജീവിതം പറയുമ്പോൾ അവിടെ വെറും ജഡികാഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഏതെങ്കിലും നടപടിക്രമങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ശാരീരിക ബന്ധത്തിൽ ലൈംഗികതയും ലൈംഗിക വികാരങ്ങളുടെ പങ്കുവെപ്പും ഒക്കെയുണ്ട്. അവരുടെ സ്നേഹപ്രകടനങ്ങളും സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാത്തിനെയും അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത് എവിടെയാണെന്നറിയുമോ? ഈ ആത്മീയ ഐക്യം. അത് വിവാഹ കൂദാശയുടെ മാത്രം ഉണ്ടാകുന്നതാണ്. ആ വിവാഹ കൂദാശയാണ് പുരുഷനെ ഭർത്താവാക്കുന്നതും സ്ത്രീയെ ഭാര്യയാക്കുന്നതും. അത് സംഭവിക്കാതെയുള്ള ഐക്യത്തിലേക്ക് കടക്കുമ്പോൾ പ്രീ മാരിറ്റൽ സെക്സ് എന്ന് പറയുന്ന വിവാഹപൂർവ്വ അവിഹിത വേഴ്ച എന്ന് പറയുന്ന ഫോർണിക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ദുരന്തം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവരുടെ ശരീരം അശുദ്ധമാകും, ലൈംഗികത അശുദ്ധമാകും, വികാരങ്ങൾ അശുദ്ധമാകും, ഹോർമോണുകൾ പരിശുദ്ധാത്മ നിയന്ത്രണമില്ലാത്ത വിധത്തിൽ അവരെ നിയന്ത്രിക്കാൻ തുടങ്ങും. അവരിലൂടെ ഉണ്ടാകുന്ന മക്കൾക്ക് പോലും വലിയ കുറവുകൾ ഉണ്ടാകും. യോഹന്നാൻ 3:6 ജഡത്തിൽ ജനിക്കുന്ന ജഡമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൈവം സ്ഥാപിച്ച ഈ മഹാസംവിധാനമായ കുടുംബം, അതിനെക്കുറിച്ചുള്ള ഒരു നല്ല ഉൾക്കാഴ്ച ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉള്ളിൽ വേണം. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക്, അഭിഷേകത്തിന്, വളർച്ചയ്ക്ക്, കുടുംബാംഗങ്ങളുടെ ഐക്യത്തിന്, സ്നേഹത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും വേണ്ടെന്ന് വെക്കണം. ചിലപ്പോൾ മദ്യപാനമായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗമായിരിക്കാം. ജീവിത പങ്കാളിയും മക്കളുമായിട്ട് സമയം ചെലവഴിക്കേണ്ട സമയത്ത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം വഴി അതിലേക്കുള്ള ശ്രദ്ധയൊന്ന് ബാക്കിയെല്ലാം മറന്നു പോകുന്നവരുടെ എണ്ണം പെരുകുന്നു. അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള അപകടങ്ങളിലൂടെ ഒത്തിരി പേരുടെ ആത്മീയ ജീവിതം ശോഷിച്ചു പോകുന്നുണ്ട്, കുടുംബജീവിതം തകരുന്നുണ്ട്. അടുത്ത കാലത്തൊരു സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എൻ്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് എന്നോട് സംസാരിച്ചിട്ടും 3 വർഷമായെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് പറ്റിയത്? അയാളിപ്പോൾ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഇത് രണ്ടിനും അഡിക്റ്റാണ്. ജോലി കഴിഞ്ഞ് വന്നാൽ അപ്പോൾ തന്നെ ഞാൻ കൊടുക്കുന്ന കാപ്പി കുടിക്കുമ്പോഴും മൊബൈലിൽ എന്തോ സോഷ്യൽ മീഡിയയുടെ കാര്യം കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ചെന്ന് എന്താ ചോദിക്കുമ്പോൾ ഞാൻ ന്യൂസ് കേൾക്കുകയാണെന്ന് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കാണുകയായിരിക്കാം. അശ്ലീലം അദ്ദേഹം കാണുന്നുണ്ടെന്ന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് സംശയമുണ്ട്. കാരണം രാത്രി 1 മണി വരെ അദ്ദേഹം വേറൊരു മുറിയിൽ പോയിരുന്ന ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് കണ്ടും കേട്ടുമൊക്കെ ഇരിക്കുകയാണ്. ഞാനില്ലാത്ത സമയത്ത് അദ്ദേഹം പാപകരം വഴി പോകുന്നുണ്ട്, എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് വന്നപ്പോൾ ശരിയായിരുന്നത്. അദ്ദേഹം ഒരു ജഡിക ബന്ധനത്തിലേക്ക് പോകാൻ കാരണം ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗമായിരുന്നു. കുടുംബജീവിതത്തെ തകർക്കുന്ന ക്യാൻസർ പോലെ ഇതിനെ കാർന്നു തിന്നുന്ന ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തിൽ നമുക്ക് മോചനം പ്രാപിക്കാൻ ശ്രമിക്കണം. ദൈവത്തിൻ്റെ
അടിസ്ഥാന സംവിധാനങ്ങളായ സഭയും കുടുംബവും അതാണ് നമ്മളെ ദൈവമക്കളാക്കി നിലനിർത്തുന്നതും വളർത്തുന്നതും. അപ്പോൾ കുടുംബം എന്ന ദൈവിക സംവിധാനത്തിലൂടെ കിട്ടേണ്ട അനുഗ്രഹം എല്ലാം പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, കുടുംബമെന്ന ഈ ദൈവിക സംവിധാനത്തിൻ്റെ എല്ലാ സ്വർഗീയ നന്മകളും ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. കുടുംബത്തെ തകർക്കുന്ന ഒരു പാപം പോലും ചെയ്യാതിരിക്കാൻ സഹായിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ ഭദ്രത തകർക്കുന്ന പൈശാചിക മേഖലകളെ തിരിച്ചറിയാൻ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.